ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു തിരുവാതിരപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വ്രതമെടുത്ത സ്ത്രീജനങ്ങൾ അരിയാഹാരമെല്ലാം ഉപേക്ഷിച്ച് അന്ന് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടുള്ള വിഭവമാണ് ഭക്ഷിക്കാറ്. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ കാണിക്കാം. തിരുവാതിര നാളിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല പോഷക സമൃദ്ധമായ ഒരു വിഭവമാണിത്. അത് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ: ഒരു കഷ്ണം ചേന, കാച്ചിൽ, ഒരു കഷ്ണം കപ്പ, 2 മരച്ചീനിക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, പിന്നെ ഒരു ഏത്തക്ക, ഒരു ചേമ്പ്, കുറച്ച് കൂർക്ക. ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി ചേരുവകൾ: വൻപയർ ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക്, പിന്നെ ഒരു 1.5 മുറി തേങ്ങ മതിയാവും. പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറൊന്ന് ഒരു 3/4 വേവ് വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം അതിലേക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ അരിഞ്ഞത് ഇടാനായിട്ട്. അപ്പോൾ ഇത് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന പയറാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. പയറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ പറ്റും. നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിൻ്റെ വേവ് അനുസരിച്ച് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് വേകുന്നത് വലുതായിട്ടും വേവ് കൂടുതലുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ടും വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം എല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. നമ്മുടെ പയറിൻ്റെ ആവി പോയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, കൂർക്ക, മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നമ്മൾ. പിന്നെ ഏത്തക്ക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഇടാം. ഇതിനധികം വേണം. നമ്മൾ ഇതിന് കുരുമുളക് പൊടി ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം ഈ ജീരകം ഒരു 3/4 ടീസ്പൂൺ ഉണ്ട്. ഇത് 1.5 ടീസ്പൂൺ കുരുമുളക് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് തേങ്ങ ഒതുക്കി ചേർക്കാം. ജീരകവും കുരുമുളകും ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒരു 1.5 മൂടി തേങ്ങയുണ്ട്. വെള്ളം ഒഴിച്ച് ഒതുക്കിയെടുത്തിട്ട് തേങ്ങയും ജീരകവും കുരുമുളകും കൂടി ഒരുമാതിരി നല്ലപോലെ അരയണ്ട, എന്നാൽ കുറച്ചൊന്ന് ഇതുണ്ടല്ലേ ഈ പരുവത്തിൽ എടുക്കുക. കുറച്ച് തേങ്ങ കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട്. നമ്മുടെ ആവി പോയിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വേവിച്ച് വെച്ച കിഴങ്ങ് വർഗ്ഗങ്ങളും പയറും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. തേങ്ങ ഒന്ന് വേകണം. അതിന് വേണ്ടി നമുക്ക് ഒരല്പസമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ ഒരു ഇച്ചിരി കുറച്ച് വയ്ക്കണേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് തീ ഓഫ് ചെയ്യാം. ഇത് 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ നല്ല നാടൻ കറിവേപ്പില. അപ്പോൾ നമുക്ക് നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം.
ഈ റെസിപ്പി എൻ്റെ അയൽവാസിയും കൂട്ടുകാരിയുമായ ശാന്തമ്മ ചേച്ചി പറഞ്ഞു തന്നതാണ്. വെളിച്ചെണ്ണയും ആ കറിവേപ്പിലായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത്തിരി നാളും കൂടിയാണ് തിരുവാതിരപ്പുഴക്ക് കഴിക്കുന്നത്. ചൂടുണ്ട്, അതുകൊണ്ട് കുറച്ച് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ്, ജീരകം, നല്ല സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു തിരുവാതിരപ്പുഴുക്കാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുണ്ട്. നമുക്കിത് തിരുവാതിരയ്ക്ക് മാത്രമല്ല, അല്ലാത്ത സമയത്തും നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല പോഷകസമൃദ്ധമായ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.